മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് CPIM നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ സാമ്പത്തിക ആരോപണം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് മുതിർന്ന CPIM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. സ്വകാര്യ സംഭാഷണത്തിനിടെയായിരുന്നു ആരോപണം. കപ്പലണ്ടി തൃശ്ശൂരാണ് ആളെന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി ദിവസം അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ് AC നിസ്സാര ആൾക്കാരാണ് പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ AC കണ്ണംകുളത്തി. വിവരങ്ങളുമായി ആന്റണി ചേരുന്നു. അനീഷ്, ഈ ഒരു CPIM നേതാക്കൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ സാമ്പത്തിക ആരോപണം. ഇപ്പോൾ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ആരോപണം 5 വർഷം മുൻപ് സുഹൃത്തുമായി സംസാരിച്ച ഒരു സ്വകാര്യ സംഭാഷണം ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇപ്പോഴാണ് പുറത്തു വന്നത്. അതായത് 5 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ കരുവന്നൂർ ബാങ്ക് അഴിമതി വിവാദം ഉൾപ്പെടെ ജില്ലയിലെ പല CPIMന്റെ നേതൃത്വത്തിലുള്ള പല ബാങ്കുകളിലും ഈ അഴിമതി ആരോപണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് സംസാരിച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് ഈ പറയുന്ന നേതാക്കൾ MK കണ്ണനായാലും AC മൊയ്തീനായാലും ഇതിൽ പറയുന്ന പല നേതാക്കളും സംശയത്തിന്റെ മുൾമുനയിൽ നിന്നിരുന്ന ഒരു സമയം കൂടിയാണ്. മാത്രമല്ല ED അന്വേഷണം ഉൾപ്പെടെ നേരിട്ട പലരെയും ചോദ്യം ചെയ്യാൻ ഉൾപ്പെടെ വിളിപ്പിച്ച ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അന്ന് ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായിരുന്ന ഈ ശരത് പ്രസാദ് എന്ന് പറയുന്ന ആൾ ഈ സ്വകാര്യ സംഭാഷണം നടത്തിയത് എന്നതാണ് പ്രശസ്തമായ ഒരു കാര്യം. നിലവിലിപ്പോൾ ശരത് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, ഇതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ പേര് AC മൊയ്തീൻ, അതുപോലെ MK കണ്ണൻ, അനൂപ് കാട, കണ്ടംകുളത്തി തുടങ്ങിയവരുടെ പേരുകളാണ്. ഇവരെല്ലാവരും CPIMന്റെ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന മുതിർന്ന നേതാക്കൾ കൂടിയാണ്. ഈ നേതാക്കളാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണം ഈ ശബ്ദ സന്ദേശത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് MK കണ്ണനെ പറഞ്ഞത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന MK കണ്ണനാണ് ഇപ്പോൾ വലിയ ആസ്തിയുള്ള ഒരു നേതാവായി മാറിയത്. അതുപോലെ തന്നെ AC മൊയ്തീന്റെ ഡീലിംഗ് വലിയ അപ്പർ ക്ലാസ്സുമായി അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ്സുമായി വലിയ വലിയ ആളുകളുമായാണ് AC മൊയ്തീൻ ഡീലിംഗ് നടത്തുന്നത്. ഈ CPIMന്റെ വലിയ സ്ഥാനത്തിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലർക്കും ഈ പണം പിരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമൂല്യം ഉള്ള ഒരു കാര്യമാണ്. ഈ താൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. 5 വർഷം മുൻപ് തനിക്കിപ്പോ ഒരു 5000 പരമാവധി 10000 രൂപയൊക്കെ പിരിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഈ ഇത്തരക്കാർക്ക്, ഈ നേതാക്കൾക്ക് 25,000, 50,000, 1 ലക്ഷം വലിയ തരത്തിലുള്ള പിരിവ് നടത്താൻ പറ്റും. അവരുടെ പണ്ടത്തെ ആ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. വലിയ ആസ്തിയുള്ള, വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ഥാനത്തും ആസ്തിയുള്ള ഒരു അവസ്ഥയിലുമൊക്കെയാണ് പല നേതാക്കളും ഇപ്പോൾ എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ആരോപണം ആണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശത്തിലൂടെയൊക്കെ പുറത്തു വന്നത്. നമുക്കറിയാം, ഈ കരുവന്നൂർ കേസൊക്കെ നടന്നിരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലായിരുന്നു ജില്ലയിലെയും സംസ്ഥാനത്തെയും ഉൾപ്പെടെ CPIM പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. വലിയ രീതിയിലുള്ള വിശദീകരണ യോഗങ്ങൾ ഉൾപ്പെടെ നടത്തേണ്ടി വന്നു. തങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങളോട് പറയാനായിരിക്കും നാടിന്റെ മുക്കും മൂലയിലും വരെ വിശദീകരണ യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ നടത്തി ഒരുവിധമാണ് ആ ഒരു കരുവന്നൂർ ബാങ്ക് പോലുള്ള അന്നത്തെ ED അന്വേഷണം ഉൾപ്പെടെ ഇപ്പോൾ കെട്ടടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു DYFI നേതാവ്, DYFI ജില്ലാ സെക്രട്ടറിയുടെ ഒരു ശബ്ദ സന്ദേശം പഴയതാണെങ്കിൽ കൂടി അത് പുറത്തു വന്നത് വലിയ പ്രസക്തമുള്ള സമയത്ത് സംസാരിച്ച ആ ഒരു സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ജില്ലാ സെക്രട്ടറി KB അബ്ദുൾ ഖാദർ ഉൾപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മണ്ണുത്തിയിലെ ഒരു പ്രാദേശിക DYFI നേതാവ് ഒരു പ്രതികരണം നടത്തി. അതായത് മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പല സഹകരണ ബാങ്കിലും വലിയ CPM നേതൃത്വത്തിലുള്ള വലിയ
സഹകരണ ബാങ്കുകളിൽ വലിയ അഴിമതിയാണ് നടക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ശരത് പ്രസാദ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ 5 വർഷം മുമ്പ് നടത്തിയ സ്വകാര്യ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ നോക്കിക്കാണേണ്ടത് ഈ CPM നേതൃത്വം എന്താണ് ഇതിൽ മറുപടി പറയുക എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരുപക്ഷെ ഈ ശരത് പ്രസാദിനൊക്കെ വലിയ നടപടി ഒക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നൊരു ആശങ്ക കൂടിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ശരി. CPIM നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ സാമ്പത്തിക ആരോപണം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദാണ് മുതിർന്ന CPIM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വകാര്യ സംഭാഷണത്തിനിടെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സംഭാഷണം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നാണ് വിശദീകരണം. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമെന്നും ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നുണ്ട്. AC മൊയ്തീൻ്റെ ഡീലിങ്സ് ടോപ്പ് ക്ലാസ് ആണെന്നും അതുപോലെ തന്നെ കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടിപതിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംഭാഷണത്തിനിടെ പറയുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.